നമസ്കാരം. തിരുവനന്തപുരം കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ KSU നേതാവിന് SFIക്കാരുടെ മർദ്ദനം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ അർദ്ധരാത്രി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചാണ് KSU പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനാണ് MLAമാരായ ചാണ്ടി ഉമ്മൻ, M. വിൻസെന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. KSU തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെ മർദ്ദിച്ച SFI നേതാക്കൾക്കെതിരെ കേസെടുത്തില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ M. വിൻസെന്റ് MLAയും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കാറിൽ വന്നിറങ്ങിയ തന്നെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്ന് MLA പറഞ്ഞു. പോലീസിന് മുന്നിൽ വെച്ച് ആക്രമിച്ചിട്ടും ഒരു നടപടിയും എടുത്തില്ല എന്നും വിൻസെന്റ് ആരോപിച്ചു. ചാണ്ടി ഉമ്മൻ MLAയും സ്ഥലത്തെത്തിയിരുന്നു. സാൻജോസിനെ മർദ്ദിച്ചതിൽ കേസെടുത്ത SFI നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. KSUവിൻ്റേത് തട്ടിപ്പ് സമരം എന്നാരോപിച്ചാണ് SFI പ്രവർത്തകർ സംഘടിച്ച് എത്തിയത്. ഇതോടെ ഇരുപക്ഷവും സ്റ്റേഷനു മുന്നിൽ പരസ്പരം പോർവിളി തുടങ്ങി. ഇതിനിടെ M. വിൻസെന്റ് MLAയും ചെമ്പഴന്തി അനിലും സ്ഥലത്തെത്തി. കാറിൽ നിന്ന് ഇറങ്ങിയ വിൻസെന്റിനെ പോലീസിന് മുന്നിൽ വെച്ച് SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതോടെ സ്ഥിതി വഷളായി. സംഘർഷം കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറും ക്രൈം ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറും സ്ഥലത്തെത്തി. സാൻജോസിനെയും MLAമാരെയും മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഉപരോധ സമരം അവസാനിപ്പിച്ചതായി പ്രതിഷേധക്കാർ അറിയിക്കുകയായിരുന്നു. KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ക്യാമ്പസിലെ വിദ്യാർത്ഥിയുമായ സാൻജോസിനാണ് മർദ്ദനമേറ്റത്. SFI നേതാവും സെനറ്റ് അംഗവുമായ അജന്ത് അജയുടെ നേതൃത്വത്തിൽ തന്നെ മർദ്ദിച്ചു എന്നാണ് സാൻജോസിന്റെ പരാതി. ഇന്നലെ രാത്രി ക്യാമ്പസിൽ വന്ന സാൻജോസിനെ ഒരു സംഘം ഹോസ്റ്റലിലെ ഇടിമുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളാണ് വിവരം പോലീസിൽ അറിയിച്ചത്. സാൻജോസിനെ ആശുപത്രിയിൽ എത്തിച്ചത് പോലീസ് എത്തി രക്ഷപ്പെടുത്തിയാണ്. നിലവിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് സാൻജോസ്. അതേസമയം കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷത്തിൽ പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തി SFI നേതാവ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു. SFI ഏരിയ സെക്രട്ടറി നവതേജാണ് ഭീഷണി മുഴക്കിയത്. കോളേജിലേക്ക് SFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ SFI ഭീഷണിയുമായി രംഗത്തെത്തിയത്. പ്രിൻസിപ്പലിനെയും സ്റ്റാഫ് സെക്രട്ടറിയും ഒരു കാരണവശാലും ക്യാമ്പസിൽ കയറ്റില്ലെന്നും സമരം ശക്തമാക്കാനാണ് തീരുമാനമെന്നും പറഞ്ഞ് SFI നേതാക്കൾ പ്രിൻസിപ്പലിനെതിരെ ഭീഷണി മുഴക്കി. SFI നേതാവിനെ മർദ്ദിച്ച അധ്യാപകൻ ഇനി 2 കാലിൽ കോളേജിൽ കയറില്ല എന്നാണ് SFI ഏരിയ സെക്രട്ടറി നവതേജ് ഭീഷണി മുഴക്കിയത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കഴിവ് SFIക്ക് ഉണ്ടെന്നും ഈ അധ്യാപകരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് SFIക്ക് അറിയാമെന്നും ഇപ്പോൾ സംയമനം പാലിക്കുകയാണെന്നുമാണ് നേതാവ് പറഞ്ഞത്. പ്രിൻസിപ്പലിനെ അടിച്ച് ആശുപത്രിയിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയൊരു തീരുമാനം എടുത്തിരുന്നു എങ്കിൽ അതും ചെയ്തേനെ എന്നും നവതേജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകനെയും ഒരു സംഘം SFI പ്രവർത്തകർ മർദ്ദിച്ചത്. SFI നേതാവിനെ പ്രിൻസിപ്പൽ മർദ്ദിച്ചതായും പരാതിയുണ്ട്. സംഘടനത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. മർദ്ദനമേറ്റ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ, അധ്യാപകൻ KP രമേശൻ എന്നിവരെയും SFI ഏരിയ പ്രസിഡന്റ് BR അഭിനവിനെയും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു.